ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ചെമ്പഴന്തിർ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് തന്നെ ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ സച്ചിയും രേവതിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സുധി വീടിൻ്റെ ഷെയറായിട്ട് 70 ലക്ഷം രൂപ രവീന്ദ്രനോട് ചോദിച്ചിട്ടുണ്ട്. ആ സമയത്ത് രവീന്ദ്രനെ കാശ് കൊടുക്കാൻ പറ്റത്തില്ല, 3 പേർക്കും കൂടി അവകാശമുള്ള വീടാണ്, പെട്ടെന്ന് വീട് വിൽപ്പനയ്ക്ക് നടക്കത്തില്ലെന്ന് ചന്ദ്രമതിയും പറയുന്നുണ്ട്. അപ്പോഴാണ് ശ്രുതിയുടെ മലേഷ്യയിലുള്ള ഇളയച്ചൻ്റെ അടുത്ത് വിളിച്ച് കാശ് ചോദിക്കാൻ പറയുന്നത്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഇളയച്ചന് ഇപ്പോൾ കാശ് അയച്ചു തരാൻ പറ്റത്തില്ല, ഇളയച്ചൻ കുറച്ച് ടൈറ്റിലാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം രേവതി സച്ചിയോട് പറയുന്നുണ്ട്, എനിക്കൊരു സംശയമുണ്ട് സച്ചിയേട്ടാ. അതെന്താ രേവതി? അത് ശ്രുതി ഇളയച്ചനെയാണോ വിളിച്ചതെന്ന് എനിക്കൊരു സംശയം. അതെന്താ നീ അങ്ങനെ പറയാൻ കാരണം? അത് ശ്രുതി തന്നെയാണ് ചോദ്യങ്ങൾ ചോദിക്കുകയും തിരിച്ച് മറുപടി പറയുകയും ചെയ്യുന്നത്. അവളൊരു ഫ്രോഡാണ് രേവതി. അവൾക്ക് പറ്റിയ ഭർത്താവ് തന്നെ ആ ഓട്ടക്കാരനും. എനിക്ക് അവളുടെ കാര്യത്തിൽ പണ്ടേ നല്ല സംശയമുണ്ടെന്ന് പറയും. അങ്ങനെ അവർ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നീലിമയുടെ കോള് വരുന്നത്. നീലിമയുടെ കോള് സച്ചി എടുക്കുന്നുണ്ട്. അങ്ങനെ സച്ചി സംസാരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ ഇന്നലെ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതിൻ്റെ തുടർഭാഗമാണ് ഇന്ന് പറയാൻ പോകുന്നത്. നീലിമ സച്ചിയെ ഫോൺ ചെയ്തിട്ട് പറയും, സച്ചി ഞാനിപ്പോൾ ബാംഗ്ലൂരാണ്, നാളെ രാവിലെ ഞാൻ നാട്ടിലോട്ട് വരുന്നുണ്ട്. സച്ചി ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് എയർപോർട്ടിലോട്ട് വരാമെന്ന് ചോദിക്കും. അതിനെന്താ മേഡം, ഞാൻ വരാമെന്ന് പറയും. അങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം രേവതിയുടെ സച്ചി പറയുന്നുണ്ട്, രേവതി എനിക്ക് നാളെ രാവിലെ എയർപോർട്ടിലോട്ടൊരു ഓട്ടോ ഉണ്ട്, നീ രാവിലെ എന്നെ വിളിക്കണം. ആരെ സച്ചിയായിട്ടാണ് വിളിച്ചത്? അത് ഞാൻ പറഞ്ഞിട്ടില്ലേ, നീലിമ മേഡമാണ് കാനഡയിൽ നിന്നുള്ളത്. സ്ഥിരം എന്നെ തന്നെയാണ് മേഡം എവിടെയെങ്കിലും പോകുമ്പോൾ ട്രിപ്പിന് വിളിക്കുന്നത്, അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ പോകുമെന്ന് പറയും. അങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ്. അതിനുശേഷം വർഷയും ശ്രീകാന്തും കൂടി സംസാരിക്കുകയാണ്. ശ്രീകാന്ത് വർഷയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് വിഷമമുണ്ടോ വർഷേ? എന്തിനാ ശ്രീകാന്ത്? അല്ല, സുധിയേട്ടന് ഇത്രയും വലിയ വീടൊക്കെ മേടിച്ചു, എന്നിട്ട് എനിക്ക് ഇതുവരെ റെസ്റ്റോറൻറ്റ് പോലും തുടങ്ങാൻ പറ്റിയിട്ടില്ല. ഏയ്, ഞാൻ മുന്നേ പറഞ്ഞില്ലേ ശ്രീകാന്ത്, അതൊന്നും എനിക്ക് വിഷമമൊന്നുമില്ല. ഞാനൊരു വലിയ വീട്ടിൽ ജനിച്ചു വളർന്നത്. അഥവാ നമ്മളൊരു വലിയ വീട് മേടിക്കുകയാണെങ്കിൽ തന്നെ ഇതേ കണക്ക് ഇത്രയും വലിയ ബംഗ്ലാവോ നമുക്ക് ആവശ്യമില്ല. നമുക്കൊരു കൊച്ചു വീട്, നമുക്ക് രണ്ടും കൂടി താമസിക്കാൻ പറ്റിയ കുഞ്ഞൻ വീട് മതി. അതും ഇച്ചിരി ഒരുപാട് ആൾക്കാരൊക്കെയുള്ള, ഇത് ഇച്ചിരി വലിയ വീടാണ്, ഇത്രയും സ്പേസുള്ള വീടൊന്നും നമുക്ക് ആവശ്യമില്ല എന്നൊക്കെ അവർ വീടിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നീലിമയും സച്ചിയാണ്. അങ്ങനെ നീലിമയെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് സച്ചി എയർപോർട്ടിലോട്ട് പോവുകയാണ്. എയർപോർട്ടിൽ നീലിമയും പിക്ക് ചെയ്തുകൊണ്ട് അവർ രണ്ടുപേരും കൂടി കാറിൽ വരികയാണ്. ആ സമയത്ത് നീലിമയെടുത്ത് വിശേഷങ്ങളൊക്കെ ചോദിക്കും. മേഡം കഴിഞ്ഞ തവണ മേഡം വന്നിട്ട് പെട്ടെന്ന് തിരിച്ചു പോയല്ലോ എന്ന് പറയും. അത് സച്ചി, ഞാനൊരു ഭൂമി ഇടപാടുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ വന്നത്. പക്ഷേ അന്ന് ആ ഇടപാട് നടന്നില്ല. അന്ന് എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് നഷ്ടപ്പെട്ടെന്ന്. എത്ര രൂപയാണ് മേഡം? അതൊരു 55 ലക്ഷം. 55 ലക്ഷമോ? അതെ, 2 ഫ്രോഡുകൾ ചേർന്ന് എൻ്റെ കയ്യിൽ നിന്ന് ആ പൈസ തട്ടിയെടുത്തെന്ന് പറയും. ആരാ മേഡം ആ ഫ്രോഡുകൾ? മേഡം ഒരു വാക്ക് പറ, നമുക്ക് നമ്മുടെ പയ്യന്മാരുണ്ട്, നമുക്ക് അവരെ കൊണ്ട് പൈസ തിരിച്ചു തെരിപ്പിക്കാമെന്ന് പറയും. അതൊന്നും നടന്നിട്ട് കാര്യമില്ല, ഞാൻ വളരെ അധ്വാനിച്ച് ഉണ്ടാക്കിയ കാശ്, ആ കാശ് എൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടെന്ന് പറയും. പക്ഷേ അത് നടന്നില്ല. ഇപ്പം ഞാൻ വന്നേക്കുന്നത് ഒരു അപ്പാർട്ട്മെൻറ്റ് മേടിക്കാനായിട്ടാണ്. അപ്പം അത് മേടിച്ചിട്ടിട്ട് റെൻറ്റിന് കൊടുക്കാനാണ്. എന്നിട്ട് ഞാൻ തിരിച്ച് കാനഡയ്ക്ക് തന്നെ പോകുമെന്ന് പറയും. അതെന്തിനാണ് മേഡം ഇത്രയും കാശ് ചിലവാക്കി ഒരു ഫ്ലാറ്റ് മേടിച്ചിട്ട് മേഡം തിരിച്ചു പോകുന്നത്? അത് ഫ്ലാറ്റ് ഇപ്പോൾ ഇവിടെ ഇട്ടാലും ഞാൻ മാത്രമല്ലേ ഇവിടെ താമസിക്കാൻ, പിന്നെ അത് അത്രയും നമ്മളെ വെറുതെ താമസിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ മേടിച്ചിട്ട് വാടകയ്ക്ക് കൊടുക്കാം. അപ്പോൾ ആ വാടക നമുക്കൊരു വരുമാനം ആവുമല്ലോ. അതാണ് ഞാനത് റെൻറ്റിന് കൊടുക്കാൻ തീരുമാനിച്ചത്. പിന്നെ എനിക്ക് തിരിച്ച് കാനഡയിൽ പോകണം, എൻ്റെ ബിസിനസ്സും എല്ലാം അവിടെ അല്ലേ ചെയ്യുന്നത്, അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോയേ പറ്റത്തുള്ളൂ എന്ന് പറയും. അങ്ങനെയാണോ എന്ന് പറയും. എന്നിട്ട് പറയും, എന്തായാലും എനിക്ക് അപ്പോഴേക്കും പിന്നെ എനിക്ക് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യമായിട്ട് പോകണം. സച്ചി ബിസിയാണോ എന്ന് ചോദിക്കും. മേഡം എപ്പോൾ വിളിച്ചാലും ഞാൻ വരാമെന്ന് പറയും. അങ്ങനെയാണോ, ശരി താങ്ക്സ് എന്ന് നീലിമ എടുത്ത് പറയും. അതെന്തിനാ സച്ചി എനിക്ക് താങ്ക്സ് പറഞ്ഞത്? അത് മേഡം മുമ്പ് ഞാനില്ലേ മേഡത്തിനെ കൊണ്ടുപോയത്. മേഡം എപ്പം കാനഡയിൽ നിന്ന് വന്നാലും മേഡം എൻ്റെ വണ്ടിയിൽ സ്ഥിരം വിളിക്കുന്നത്. അത് സച്ചി വളരെ പ്ലസൻ്റായിട്ട് എന്നോട് എപ്പോഴും സംസാരിക്കുന്നത്, നല്ല ചിരിച്ച്. പിന്നെ അത് മാത്രമല്ല, സച്ചിക്ക് ഒരു പോസിറ്റീവ് മൈൻഡാന്ന് പറയും. എന്ത് കാര്യം സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടാൻ തോന്നും. ഞാനൊരു പുതിയ ആളെ വിളിച്ചാൽ ചിലപ്പോൾ ഒരുപക്ഷെ അയാൾ ഭയങ്കര റൂഡായിട്ടായിരിക്കും എന്നോട് സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്നത്. സച്ചി എനിക്ക് വളരെ കംഫർട്ടായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ സച്ചിയുടെ വണ്ടി മാത്രം വിളിക്കുന്നത് പറയും. അങ്ങനെയാണോ? ഞാൻ എൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു, ഇനി സച്ചിയുടെ വിശേഷങ്ങളൊക്കെ പറ, കേൾക്കട്ടെന്ന് പറയും. എനിക്കങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല മേഡം. മേഡത്തിൻ്റെ കാര്യം പറഞ്ഞ കണക്ക് തന്നെ എൻ്റെ ചേട്ടൻ്റെ കാര്യം. അവനും ഇപ്പം പുതിയൊരു ബംഗ്ലാവ് മേടിച്ചു. ഒരു 5 കോടി രൂപയുള്ള ബംഗ്ലാവാണെന്നാണ് പറയുന്നത്. വലിയ ബംഗ്ലാവാണ്, പക്ഷേ അത് 3 കോടി രൂപയ്ക്ക് അയാൾ കൊടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ അതും മേടിച്ചിട്ട് അവരും ഇതേ കണക്ക് തന്നെ ചെയ്യുന്നത്. പകുതി ഭാഗം വാടകയ്ക്ക് കൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവർക്ക് എന്തൊക്കെയോ ബിസിനസ് പ്ലാനുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വലിയ വീടാണ്. ഞാനും ഇത്രയും വലിയ വീടൊക്കെ മേടിച്ചിട്ട് നമുക്ക് ഇത്രയും പേർക്ക് താമസിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ
നീലിമയോട് സച്ചി സംസാരിക്കും. പിന്നുള്ള വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയെക്കുറിച്ച് രേവതിയെക്കുറിച്ച് ഞാൻ മാഡത്തിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ. രേവതിയെ കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. രേവതിയെക്കുറിച്ച് സച്ചി എപ്പോഴും പറയുമല്ലോ, രേവതി ഇപ്പം ഒരു പുതിയ ബിസിനസ് തുടങ്ങി, ഈ മണ്ഡപമൊക്കെ അലങ്കരിക്കുന്ന പൂവൊക്കെ കൊണ്ട് അലങ്കരിക്കുന്ന, അവൾക്കിപ്പം 1-2 ബിസിനസ്സൊക്കെ കിട്ടിയായിരുന്നു. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ഞാനിപ്പം രണ്ടാമതൊരു കാർ എടുത്ത്, അതിപ്പോൾ ഡ്യൂ ആണ്. അപ്പം അതൊക്കെ നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇപ്പം നിർത്താതുള്ള ട്രിപ്പിനൊക്കെ പോകുന്നതെന്ന് പറയും. അതൊക്കെ നല്ല കാര്യമാണല്ലോ. എന്തായാലും രേവതിയുടെ എൻ്റെ അന്വേഷണമൊക്കെ പറയണമെന്ന് പറയും. അതിനെന്താ, ഞാൻ മേഡത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ, മേഡത്തിനെക്കുറിച്ച് അവൾക്ക് അറിയാമെന്ന് പറയും. അങ്ങനെയാണോ? അപ്പോൾ സച്ചി എന്നെ ഫ്ലാറ്റിലോട്ട് ഇറക്കിയാൽ മതി. പിന്നെ എനിക്ക് രജിസ്ട്രേഷൻ കാര്യമായിട്ട് സബ് രജിസ്റ്റർ ഓഫീസിൽ പോകണം, ഫ്ലാറ്റിൻ്റെ രജിസ്ട്രേഷനെ സംബന്ധിച്ച്. അപ്പോൾ സച്ചിക്ക് ധൃതിയുണ്ട്. എനിക്ക് ധൃതിയൊന്നുമില്ല, മേഡത്തിന് എവിടെ ഇറങ്ങേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. എനിക്കൊരു കാര്യം, നമുക്ക് നേരെ സബ് രജിസ്റ്റർ ഓഫീസിലോട്ട് പോകാം. ഓഫീസിലോട്ട് പോയിട്ട് അവിടെ പോയി രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷം സച്ചി എന്നെ ഫ്ലാറ്റ് ഹോട്ടലിലോട്ട് ആക്കിയാൽ മതി എന്ന് പറയും. ശരിയെന്ന് പറയും. അങ്ങനെ നീലിമ മേഡത്തിനെയും കൊണ്ട് സച്ചി നേരെ സബ് രജിസ്റ്റർ ഓഫീസിൽ വരും. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ ശ്രുതിയും ആനന്ദും കൂടി അവിടെ വരുന്നത്. അവരുടെ ബംഗ്ലാവിൻ്റെ രജിസ്ട്രേഷൻ സംബന്ധിച്ച് അതിൻ്റെ രജിസ്ട്രേഷൻ്റെ പൈസയൊക്കെ എത്ര ആവും എന്നന്വേഷിക്കാൻ വേണ്ടിയാണ് അവർ 3 പേരും കൂടി അങ്ങോട്ട് വരുന്നത്. ആ സമയത്താണ് നീലിമയും കൂട്ടിക്കൊണ്ട് സച്ചി അങ്ങോട്ട് വരുന്നത്. അങ്ങനെ സബ് രജിസ്റ്റർ അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് രജിസ്റ്ററെ കാണാൻ കയറുമ്പം നീലിമ പറയും, സച്ചി ചിലപ്പോൾ ഒരുപക്ഷെ കുറച്ച് താമസം എടുക്കും, അതുവരെ സച്ചി നിന്ന് വെയിറ്റ് ചെയ്യേണ്ട. സച്ചി ചായ എന്തെങ്കിലും കുടിക്കണമെങ്കിൽ പോയി കുടിച്ചിട്ട് വാ, ഞാൻ ഇറങ്ങിയിട്ട് വിളിക്കാമെന്ന് പറയും. എനിക്ക് ശരി മേഡം എന്ന് പറഞ്ഞ് സച്ചി അങ്ങോട്ട് പോവുകയാണ്. അതിനുശേഷം നീലിമ രജിസ്ട്രാറെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ ആനന്ദ് ഇവരോട് സംസാരിക്കുകയാണ്. ശ്രുതി ചോദിക്കുന്നുണ്ട്, എത്ര രൂപ രജിസ്ട്രേഷനൊക്കെ ചോദിക്കുമ്പോൾ പറയും, കുറച്ച് പൈസയാകും, ഒരു 2 ലക്ഷമോ 5 കോടി രൂപയുള്ള ബംഗ്ലാവിൻ്റെ ആണോ, എന്തോ ശ്രുതി നീ പറയുന്നതെന്ന് ചോദിക്കും. എന്തായാലും നമുക്ക് സംസാരിച്ചതിന് ശേഷം തീരുമാനിക്കാം. എന്തായാലും ഇത്രയും വലിയൊരു ബംഗ്ലാവിന് കുറഞ്ഞ റേറ്റൊന്നും ആയിരിക്കത്തില്ലല്ലോ രജിസ്ട്രേഷൻ വേണ്ടി വരുന്നതെന്ന് പറയും. അങ്ങനെ അവർ രജിസ്ട്രാറെ കാണാനായിട്ട് അതിൻ്റെ ഫോമൊക്കെ ഫില്ലൊക്കെ ചെയ്യുകയാണ്. ആ സമയത്താണ് നീലിമ രജിസ്ട്രാറെ കണ്ടിട്ട് പുറത്തോട്ട് ഇറങ്ങുന്നത്. നീലിമയെ ശ്രുതിയും കാണത്തില്ല, പക്ഷേ ഇവരെ നീലിമ കാണും. നീലിമയ്ക്ക് നല്ല ദേഷ്യമുണ്ട്. കാരണം 55 ലക്ഷം രൂപ അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിച്ചില്ല. അതിൻ്റെ ഒരു ദേഷ്യം നീലിമ അവരെയും ദേഷിച്ച് നോക്കുകയാണ്. അതിനുശേഷം നീലിമയ്ക്ക് ഒരു കോൾ വരും. നീലിമ സംസാരിക്കും. ആ സമയത്ത് അവിടെ വെച്ച് സച്ചിയെ കാണുന്നുണ്ട്. സച്ചിയെ കാണുന്നതും ആനന്ദ് പറയും, ദേ നിൻ്റെ അനിയനല്ലേ നിൽക്കുന്ന സച്ചി, ഇവനെന്താ ഇവിടെ? ഉടനെ സച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദ് വിളിക്കും. ഞാൻ ചോദിക്കും, നിങ്ങളെന്താ ഇവിടെ? ഞങ്ങളിവിടെ രജിസ്ട്രേഷൻ്റെ എത്ര രൂപ ആവുമെന്നൊക്കെ അറിയാനായിട്ട് വന്നതാണ്. ആനന്ദ് പറയും, അതാണോ? അങ്ങനെ പറയും, എങ്കിൽ സച്ചിയും കൂടി വാ, നമുക്ക് സംസാരിക്കാമെന്ന് പറയും. ഉടനെ ശ്രുതി പറയും, ഇവനെന്തിനാണ് വരുന്നത് എന്ന് ശ്രുതി ചോദിക്കും. അപ്പോൾ സച്ചി പറയും, പിന്നെ എനിക്കിതൊന്നും അന്വേഷിക്കാനൊന്നും സമയമൊന്നുമില്ല, ഞാനും വരുന്നില്ല, നീ തന്നെയല്ലേ ഈ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വന്നത്, അപ്പോൾ നീ തന്നെ പോയി അന്വേഷിച്ചാൽ മതി. ഞാനിവിടെ വന്നതേ ഒരു മേഡത്തിനെയും കൊണ്ട് ട്രിപ്പ് വന്നതാണ്, മേഡം ഇപ്പോൾ ഇറങ്ങി വരും, എനിക്ക് പോകണമെന്ന് പറയും. അങ്ങനെ ഞാൻ പോവാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങ് പോവും. അപ്പോഴത്തേക്കും എനിക്ക് ബാ ശ്രുതി നമുക്കകത്ത് കയറി രജിസ്റ്ററെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ 3 പേരും കൂടി രജിസ്റ്ററെ കാണാനായിട്ട് അകത്തോട്ട് കയറിപ്പോവും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയും രവീന്ദ്രനെയാണ്. ചന്ദ്രയും രവീന്ദ്രനും കൂടി രാവിലെ ഇങ്ങനെ നടക്കാൻ പോവുകയാണ്. നടക്കാൻ പോകുന്ന സമയത്ത് ചന്ദ്ര പറയും, എന്ത് നല്ല സ്ഥലമാണ്, ഒരു പൊടിപടലങ്ങളും ഒന്നുമില്ല, എനിക്ക് ഇതുപോലെ സ്ഥലത്ത് താമസിക്കണമെന്ന് എൻ്റെ എത്ര നാളത്തെ ആഗ്രഹം എന്നറിയാവോ, എൻ്റെ സുതിമോനുള്ളതുകൊണ്ട് എനിക്ക് ആഗ്രഹങ്ങളൊക്കെ നടന്നതെന്ന് പറയും. എൻ്റെ പൊന്നു ചന്ദ്രയെ നീ ഒന്ന് നിർത്ത്, വീട്ടിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയപ്പോൾ പൊട്ട് നീ പൂർത്തിക്കൊണ്ടിരിക്കുന്നതാണ്. നിനക്ക് ഒരു മോനല്ല, നിനക്ക് 3 മക്കളുള്ളതാണ്, 3 മരുമക്കളും, ഒരു മോനെയും ഒരു മോളെ മാത്രം പുകഴ്ത്തുന്നത് അത്ര നല്ല സ്വഭാവമല്ലെന്ന് പറയും. നിനക്ക് ഇപ്പം നിൻ്റെ മോനൊരു ബംഗ്ലാവ് വാങ്ങിച്ചിട്ട് നീ നമ്മുടെ സ്വന്തം നാടും വീടും എല്ലാം തള്ളിക്കളഞ്ഞാൽ നീ സംസാരിക്കുന്നതെന്ന് പറയും. അതൊന്നും എത്ര പറഞ്ഞാലും ചന്ദ്രയുടെ തലയിൽ കയറത്തില്ല. ചന്ദ്രയെടുത്ത് ഉപദേശിച്ചിട്ടും കാര്യമില്ല. ചന്ദ്ര ഇപ്പോഴും ശ്രുതി എന്ന് പറഞ്ഞ് ഇങ്ങനെ പാടി പുകഴ്ത്തിക്കൊണ്ട് തന്നെ നടക്കുകയാണ്. അതിനുശേഷം നടന്ന് തളർന്ന് പറയും, എങ്കിൽ ബാ നിനക്കൊരു കരിക്കും വെള്ളം വാങ്ങിച്ചു തരാമെന്ന് പറയും. അങ്ങനെ അവർ 2 പേരും കൂടി നടന്നൊരു കരയുടെ മുമ്പിൽ ചെല്ലും. അങ്ങനെ അവിടെ നിന്നൊരു ഇളനീര് വാങ്ങിച്ച് കുടിക്കും. ഇളനീര് വാങ്ങിച്ച് കുടിക്കുന്ന സമയത്ത് അയാൾ ചോദിക്കും, ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ, പുതിയ ആൾക്കാരാണോ എന്ന് ചോദിക്കും. ഞങ്ങളിവിടെ പുതിയതാണ്, ഞങ്ങളുടെ മോനിപ്പോൾ ഇവിടെ ഹിൽ ടോപ്പിലൊരു പുതിയ ബംഗ്ലാവ് മേടിച്ചായിരുന്നു, അവിടുത്തെ ആൾക്കാരാണെന്ന് പറയും. അതെവിടാ? അത് ഇവിടുന്ന് ഞങ്ങൾ ആ മൂലയെ കാണുന്ന 3ാമത്തെ വീടാണെന്ന് പറയും. 3ാമത്തെ വീടോ? ആണോ? ശരിയെന്ന് പറയും. അപ്പോൾ അയാളിങ്ങനെ ഇവരെ അതിശയിച്ച് നോക്കുകയാണ്. അങ്ങനെ എന്ത് പറ്റി? ഒന്നുമില്ല എന്ന് പറയും. ഇളനീരിന് മധുരമുണ്ട്. നല്ല മധുരമുണ്ട്. എങ്കിൽ ശരി, ഞങ്ങളിനി എല്ലാ ദിവസവും ഇതിലേ നടക്കാൻ വരുന്നത്, ഇനിയും കാണാമെന്ന് പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ തന്നെ അയാൾ ഫോൺ എടുത്തിട്ട് മറ്റൊരാളെ വിളിക്കുന്നുണ്ട്. സാറിന് മാത്രമാണ് അവിടെ സംസാരിക്കുന്നത്, ആളെ ഒന്നും കാണിക്കുന്നില്ല. അങ്ങനെ കോള് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുമ്പോഴാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അയാൾ വിളിച്ചിരിക്കുന്നത് ശ്രുതി വാങ്ങിച്ചിരിക്കുന്ന ബംഗ്ലാവിൻ്റെ യഥാർത്ഥ ഉടമസ്ഥനെയാണ്. അവിടെ
ശ്രുതിക്ക് ബംഗ്ലാവ് കൈമാറിയെന്ന് പറഞ്ഞ വിശ്വനാഥൻ അവിടുത്തെ ഒരു വാടകക്കാരൻ മാത്രമായിരുന്നു. അപ്പോൾ ഇനി അയാൾ അവിടെ വന്ന് ശ്രുതിയെയും കണ്ട് സംസാരിക്കുന്നുണ്ട്. തൻ്റെ ബംഗ്ലാവ് വാടകയ്ക്ക് താമസിച്ചിരിക്കുന്ന ആളുടെ കയ്യിൽ നിന്നാണ് ശ്രുതി അത് വിലയ്ക്ക് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ വരാൻ പോകുന്ന വിശേഷങ്ങളാണ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനെ നമുക്ക് കാത്തിരിക്കാം. ഇനി നീലിമയും കൂട്ടിക്കൊണ്ട് തന്നെ നീലിമയും കൂട്ടിയാണ് സച്ചിയുടെ വരവ്. ഇനി 55 ലക്ഷം രൂപ കൊടുത്തെന്നുള്ള കാര്യവും നീലിമ സച്ചിയോട് പറയും. അപ്പോൾ അതിൻ്റെയൊക്കെ വരും വിശേഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും കഥ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി, നമസ്കാരം.